അങ്ങനെ ആശിച്ച് മോഹിച്ച് നമ്മുടെ ആനുവൽ ഡേയിങ് എത്തി. റിയാൻഷിയെ മേക്കപ്പിനായി സ്കൂളിൽ കറക്റ്റ് ടൈമിൽ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പതിവ് പോലെ ഇത്തിരി ലേറ്റായെങ്കിലും സംഘാടക സമിതി പോലും എത്തിയിരുന്നില്ല. സമാധാനത്തോടെ അവളെ അവിടെ നിർത്തി ഇനി അമ്പുടു ശുമ്പുടു വിത്ത് ഫാമിലി കൂട്ടിക്കൊണ്ടുവരണം. ആദ്യമായിട്ടാണ് അമ്പുടു ശുമ്പുടു ചേച്ചിയെ മേക്കപ്പിൽ കാണുന്നത്. ആദ്യമൊന്നും അന്താളിച്ചു പോയെങ്കിലും അമ്പുടു പെട്ടെന്ന് തന്നെ ചേച്ചിക്കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്തു. സൗണ്ട് കേട്ടപ്പോൾ ശുമ്പുടുവിനും മനസ്സിലായി. സത്യം പറഞ്ഞാൽ ദൂരെ നിന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ കുട്ടിപ്പട്ടാളം ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടോ. സദസ്സിലിരുന്ന് ഒരു പെർഫോമൻസ് കഴിഞ്ഞതും റിയാൻഷിയും ടീമും എത്തി. കുറഞ്ഞ സമയം കൊണ്ട് മിടുക്കുകൾ പഠിച്ചെടുത്ത ഡാൻസാണിത്. ഞങ്ങളെപ്പോലെ തന്നെ എല്ലാ പേരൻസും അവരവരുടെ കുട്ടികളുടെ പെർഫോമൻസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നന്നേ ചെറിയ കുട്ടികളുടെ ഡാൻസാണ് ആദ്യത്തെ സീരീസിൽ ഉണ്ടായിരുന്നത്. ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആയിരുന്നതുകൊണ്ട് അമ്പുടു ശുമ്പുടു ഫുൾ ആക്റ്റീവ് മോഡിലായിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ച സൈഡായ അമ്പുടു ശുമ്പുടുവിന് മുന്നിലെത്തിയതോ ഇതുവരെ ട്രൈ ചെയ്യാത്ത കോഫി. കോഫി എങ്കിൽ കോഫി എന്ന മട്ടിൽ മുഴുവനും കുടിച്ചു തീർത്തു രണ്ടുപേരും. ഇനി ഇനോഗ്രേഷനാണ്. മെയിൻ ഗസ്റ്റായി എത്തിയതാരെന്നറിയണ്ടേ? ഉപ്പും മുളകും ഫെയിമായിട്ടുള്ള അൽ സാബിത്താണ്. അങ്ങനെ ആളെയും കണ്ട് ഇനോഗ്രേഷൻ കാണാൻ നിന്നപ്പോഴുണ്ട് എൻ്റെ കുട്ടീസ് അക്ഷമരായി കഴിഞ്ഞിരുന്നു. ഇനി അവരുടെ പ്ലേ ടൈമാണ്. ഇത്രയും നേരം ക്ഷമയോടെ നിന്ന് അമ്പുടു ശുമ്പുടുവിന് നന്ദി. വേറൊരു സ്പെഷ്യൽ പരിപാടിയുമായി തിരിച്ചു വരാം. ടാറ്റ ബൈ ബൈ.